നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ആലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 47 വയസ്സുള്ള അഫ്സൽ ഇർഷാദ്, മുഹമ്മദ് അലൻ, അജ്മൽ എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം രാവിലെ 9ഓടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഏതാനും ദിവസം മുമ്പ് ആലങ്കോട് വിദ്യാർത്ഥികളായ ഷിബില ഷെറിൻ, മുഹമ്മദ് ഷയാൻ എന്നിവർക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വ്യാപകമായ തെരുവുനായ ആക്രമണം പലതവണ അധികാരികളെ ഓർമ്മപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽപ്പെട്ട 6 വയസ്സുകാരൻ മുഹമ്മദ് അലനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ ടെറസിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയ യുവാവിന്റെ ധീരതയാണ് ആലങ്കോട്ടിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ആലങ്കോട് പട്ടാംകുന്ന് വലിയകത്ത് അജ്മലിന്റെ സമയോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. ഞായറാഴ്ച രാവിലെ അജ്മലിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലന് നേരെയാണ് തെരുവുനായ ആക്രമണം നടത്തിയത്. നായ കുഞ്ഞിനെ നിലത്തേക്ക് മറിച്ചിട്ട് ആക്രമിക്കുന്നത് ടെറസിലുണ്ടായിരുന്ന അജ്മലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ താഴേക്ക് എടുത്തു ചാടിയ അജ്മൽ നായയെ നേരിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ അജ്മലിനും നായയുടെ കടിയേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ മദ്രസാധ്യാപകൻ അഫ്സൽ ഇർഷാദിനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. മുഹമ്മദ് അലൻ, അജ്മൽ, അഫ്സൽ ഇർഷാദ് എന്നിവർ ചികിത്സ തേടി. മണാളത്ത് വളപ്പിൽ ഇസ്മായിലിന്റെ മകനാണ് മുഹമ്മദ് അലൻ. ഇസ്മായിലിന്റെ സഹോദരീ പുത്രനാണ് അജ്മൽ. അടുത്തടുത്തുള്ള വീടുകളിലായതിനാൽ ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളർന്നവരാണ്. അതേസമയം ആലങ്കോട് മേഖലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്നയാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. മലപ്പുറം നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ 65 വയസ്സുള്ള ബാലനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. വലത് ചെവിയിലാണ് കടിയേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തോളമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്. നാട്ടുകാരും ടെമ്പിൾ പോലീസും ചേർന്ന് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രനഗരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയിൽ കാൽനട യാത്രികരെ ആക്രമിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് ഞായറാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതായി DMO പറഞ്ഞു. വൃക്കരോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അബൂബക്കർ. മൃതദേഹം ഞായറാഴ്ച രാത്രി ബ്രഹ്മകുളം അപ്പു മാസ്റ്റർ സ്കൂളിന് സമീപത്തുള്ള മകളുടെ വീട്ടിലെത്തിച്ചു. ഖബറടക്കം നടത്തി. ബീവാത്തുകുട്ടി ഭാര്യയും അജിത, സജിത, സബിത എന്നിവർ മക്കളുമാണ്. ചാവക്കാട് തഹസീൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് UDFൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസീൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പാലയൂർ സ്വദേശിയായ KT ബാബുവിനെ ചാവക്കാട് തഹസീൽദാറായി ചുമതലപ്പെടുത്തണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വഴി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അസോസിയേഷനെയും പാർട്ടി നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് ചാവക്കാട് തഹസീൽദാറായി സർക്കാർ നിയമിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയനിൽപ്പെട്ടയാളെ ചാവക്കാട് തഹസീൽദാറായി നിയമിച്ചതെന്നാണ് കോൺഗ്രസ് അനുകൂല യൂണിയനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച ചർച്ച ചൂടേറുകയാണ്. ചാവക്കാട് മുൻ തഹസീൽദാറായിരുന്ന ഷാജി ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഗുരുവായൂർ ദേവസ്വം തഹസീൽദാറായി ജോലി ചെയ്തു വരികയാണ്. അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രക്കാരൻ പട്ടാമ്പി ഞാങ്ങാട്ടിരി അളനൂർ വീട്ടിൽ 25 വയസ്സുള്ള നിഹാലിനാണ് പരിക്കേറ്റത്. യുവാവിനെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8ഓടെ അക്കിക്കാവ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ജംഗ്ഷനിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മന്നലാംകുന്ന് ബദർപള്ളി ആറുവരിപ്പാതയിൽ പാലത്തിന് മുകളിൽ കൂട്ടിയിട്ട കമ്പിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ്
ഗുരുവായൂർ സ്വദേശി രാജേഷിനും അണ്ടത്തോട് പാപ്പാളിയിൽ ആറുവരിപ്പാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ചാവക്കാട് തിരുവത്ര സ്വദേശി കുഞ്ഞിമൊയ്തു, ഭാര്യ നസിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറിയ മഴ പെയ്താൽ ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണ്. തെരുവു വിളക്കുകൾ പ്രകാശിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. നെന്മിനി കരുവാൻപടി മംഗലത്ത് ലീലാധരന്റെ വീട്ടിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു അദ്ദേഹം. ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങളായി ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കൂലിപ്പണികൾ ചെയ്ത് ഉപജീവനം നടത്തിവരികയായിരുന്നു രാജു. കുന്നംകുളം കളേഴ്സ് ഫാമിലി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 12ാമത് വാർഷിക ദിനാഘോഷം ചൊവ്വന്നൂർ മരീന ഹോമിൽ സംഘടിപ്പിച്ചു. രാജൻ പടിഞ്ഞാറേതിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അന്തേവാസികൾക്ക് കേക്ക് മുറിച്ചു നൽകിക്കൊണ്ട് വാർഷിക ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ജയകുമാർ, ശാലിനി ടീച്ചർ, രേണുക, പ്രമോദ് കെ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മരത്തംകോട് സ്വദേശി സദാനന്ദനുള്ള ചികിത്സാ സഹായധനം കൈമാറി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്കിന്റെ 5ാമത് വാർഷിക സമ്മേളനം നടന്നു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന സമ്മേളനം AKPBA ജില്ലാ കമ്മിറ്റി രക്ഷാധികാരി ആൻഡോ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറി ഷാജി CKയും വരവ് ചെലവ് കണക്കുകൾ താലൂക്ക് ട്രഷറർ എഡ്വി ജോസും അവതരിപ്പിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് PS രാജൻ, കുന്നംകുളം കമ്മിറ്റി രക്ഷാധികാരി രാജൻ പുലരി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 26-ാം തീയതി പെരുമ്പിലാവ് KR ഇൻ ഹോട്ടലിൽ വെച്ച് നടക്കാനിരിക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം സ്ത്രീകളോടുള്ള വഞ്ചനയെന്നാരോപിച്ച് പഴഞ്ഞിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. PK കൗസല്യയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടി CPM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷററും CDS ചെയർപേഴ്സണുമായ ബിന്ദു മനോഹരൻ സംസാരിച്ചു. സെക്രട്ടറി ശൈലജ അരുൺദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പുഷ്പലത ശ്രീധരൻ നന്ദിയും പറഞ്ഞു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സബിത രാധാകൃഷ്ണൻ, ബിന്ദു സജീവ്, പ്രസീന സതീശൻ, ലീല ഭാസ്കരൻ, അനുഷ, ബിന്ദു രവി എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആൽത്തറ സെന്ററിൽ പതാക ദിനം സംഘടിപ്പിച്ചു. ജൂൺ 27, 28 തീയതികളിൽ പുന്നിയൂർകുളത്ത് വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 27-ന് ശനിയാഴ്ച രാവിലെ 9-ന് പ്രതിനിധി സമ്മേളനം ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കും. ജൂൺ 28-ന് ഞായർ വൈകിട്ട് 4-ന് പ്രകടനവും പൊതുസമ്മേളനവും പൊഴിക്കളയിൽ KV രാമകൃഷ്ണൻ നഗറിലും നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ആദരവ്, കാർഷിക ക്ലാസ്, കാർഷിക മത്സരങ്ങൾ, നാടൻപാട്ട്, വടക്കൻ ചുവടുകളി, മഴപ്പെയ്ത്ത്, ഞാറ്റുവേലച്ചന്ത എന്നീ വിവിധ പരിപാടികൾ ഉണ്ടാകും. ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം പതാക ഉയർത്തി. MR രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, AD ധനീബ്, CD ചിത്രാഗതൻ, EP സുഭാഷ്, V അപ്പുമാഷ്, സുരേഷ്, V താജുദ്ദീൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെയും സീനിയർ നാഷണൽ 7ാമത് സെസ്റ്റോബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഇടം നേടിയ GCC ക്ലബ് താരം ലബീബിനെയും GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. അജയൻ ചാലിശ്ശേരിയെയും കേരള സെസ്റ്റോബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലബീബിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പ്രചരണം നടത്തി. പെരുമ്പിലാവ്, അക്കിക്കാവ്, കേച്ചേരി എന്നീ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെ ഓട്ടോകളിൽ ലഹരിവിരുദ്ധ സ്റ്റിക്കർ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം
കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI പ്രേംജിത്ത് നിർവഹിച്ചു. ASI മധു, CPO അർഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരിക്കും വിജയം 2026 സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അവാർഡ് ജേതാവായ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ A. വിജയൻ, ആനി, വിനു, സജീഷ് കളത്തിൽ, ക്ലബ് രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജയൻ ചാലിശ്ശേരി അനുമോദിച്ചു. ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2025-26 SSLC, +2, LSS ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അബാക്കസ് ജൂനിയർ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിഥുൻ K. ഹരിദാസിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റ് KK സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ക്ലബ് രക്ഷാധികാരിയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ സെക്രട്ടറിയുമായ ഉണ്ണി മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബാലൻ K. മുഖ്യാതിഥിയായ ചടങ്ങിൽ 4ാം വാർഡ് മെമ്പർ അബ്ദുൾ ഗഫൂറും QT ഗോൾഡ് സ്റ്റാർ ഗുരുവായൂരും നൽകിയ നോട്ട് ബുക്കുകളും പേനയും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഓണപ്പൂക്കളം തീർക്കാൻ PFA എല്ലാ വർഷവും നടത്തിവരുന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് സ്വാഗതവും ട്രഷറർ കേശവദാസ് V. നന്ദിയും പറഞ്ഞു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെയും അനുമോദിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷൻ അംഗം ബാവ മാളിയേക്കൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VT ബൽറാം MLA നിർവഹിച്ചു. തലക്കശ്ശേരി തൊഴുക്കാട് മെഹ്താജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. ബാവ മാളിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ഭാരവാഹികളായ K. ബാബു നാസർ, P. മാധവദാസ്, P. ബാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും രക്ഷിതാക്കളും പങ്കെടുത്തു. DYFI പെരുമണ്ണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പഠനോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് നിവേദ്യ അധ്യക്ഷയായി. CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമാവേലായുധൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം സുനിത ഉണ്ണികൃഷ്ണൻ, DYFI പെരുമണ്ണ് വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി PK അജാസ്, ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി RS അഭിനവ് എന്നിവർ സംസാരിച്ചു. പരീക്ഷാ വിജയികൾക്ക് അനുമോദനത്തിന്റെ ഭാഗമായി മൊമെന്റോയും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യം, ഇന്നത്തെ സമൂഹത്തിൽ യോഗയുടെ പ്രസക്തി എന്നിവയെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ ഷേബ ജോർജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, യോഗ പരിശീലക സുജിന സുകുമാരൻ, അധ്യാപകരായ B. ജയന്തി, ബെനിറ്റ ചാർലി എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. പുന്നയൂർകുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ചർച്ചയിൽ വിഷപ്പാമ്പുകളും കടിയേറ്റാൽ ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫോട്ടോഗ്രാഫർ കൂടിയായ മെഹബൂബ് പാമ്പുകളുടെ ഫോട്ടോ സഹിതം വിശദീകരിച്ച് ക്ലാസ് എടുത്തു. ഷാജൻ വാഴപ്പുള്ളി, AK സതീഷ് കുമാർ, രാജേഷ് കാടാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയിൽ. ലൈഫ് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറൂ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ്.
വാർത്തയിലേക്ക്. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് RJD കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗുരുവായൂർ റോഡിലെ ദയ ഹോസ്പിറ്റലിന് മുമ്പിൽ നടത്തിയ ധർണ RJD ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് സൈമൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. MP റഫീഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ RYJD സംസ്ഥാന കമ്മിറ്റി അംഗം അശ്വിൻ ഗുരുവായൂർ, ജയരാജ്, രഞ്ജിത്ത് വടുതല, KH നൌഷിജ, റെനീസ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2026 ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. പ്രസിഡന്റ് ലാസർ വാഗയിൽ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 4-ാം തീയതി 5 മണി വരെ എൻട്രികൾ സ്വീകരിക്കും. ക്ലബ്ബ് ഭാരവാഹികളായ ജോഷി, സേവ്യർ, നേവൽ, സിജോ ചീരൻ എന്നിവർ സംസാരിച്ചു. 1, 2, 3 സ്ഥാനക്കാർക്ക് 3001 രൂപ, 2001 രൂപ, 1001 രൂപയും ട്രോഫിയും നൽകും. SDPI 18-ാം സ്ഥാപക ദിനം ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയും ബ്രാഞ്ചും സംയുക്തമായി ആചരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അത്താണി പതാക ഉയർത്തി. ചാവക്കാട് ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് മാഹിൻ, സെക്രട്ടറി ഫൈസൽ, മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ്, ജോയിന്റ് സെക്രട്ടറി ഹംസക്കോയ, ട്രഷറർ നസീബ്, ബ്രാഞ്ച് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. കാട്ടകമ്പാൽ ചെറായി കുഞ്ഞൻ ഭാര്യ വിലാസിനി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കിഷോർ, ഇനീഷ്യൻ, സുനീഷൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം എലവത്തറ വീട്ടിൽ വാസു നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ശാന്ത ഭാര്യയും മിനി, സുനി, സ്വപ്ന എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.